ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, മിഷൻ CHSL ആൻഡ് MTS എക്സാം 2019 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്കൗണ്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡിസ്കൗണ്ടിനെ സംബന്ധിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് പ്രോബ്ലംസ് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലേ. നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും, 2 എണ്ണം വാങ്ങുമ്പോൾ 1 എണ്ണം ഫ്രീ. അതും ഒരു ടൈപ്പ് ഡിസ്കൗണ്ട് ആണ്. അല്ല എങ്കിൽ 100 രൂപയുടെ സാധനം നമുക്ക് തരുന്നത് 75 രൂപയ്ക്ക്. അപ്പോൾ അത് വേറെ ഒരു ടൈപ്പ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഈ ടൈപ്പ് ഏത് ഡിസ്കൗണ്ട് ആയാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡിസ്കൗണ്ട് എപ്പോഴും ഓഫർ ചെയ്യുന്നത് MRPയിലാണ്. ഒരിക്കലും കോസ്റ്റ് പ്രൈസിൽ ആരും ഡിസ്കൗണ്ട് തരില്ല. കാര്യം എന്താ? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ശരിക്കും ആ സാധനം വാങ്ങാൻ ഈ കടക്കാരന് അല്ലെങ്കിൽ ഷോപ്പ് കീപ്പറിന് ചിലവാകുന്ന തുകയാണ്. അപ്പോൾ അതിൽ അയാൾ ഡിസ്കൗണ്ട് തന്നു കഴിഞ്ഞാൽ ഫൈനലി ആ ആളിന് ലോസ് ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചിലവായ തുകയെക്കാട്ടിൽ വളരെ കൂടിയ ഒരു തുകയായിരിക്കും MRP ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്നാണ് നമുക്ക് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു സിറ്റുവേഷൻ നോക്കാം. ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ വില 100 രൂപ എന്നാണ് MRPയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. 100 രൂപയാണ് MRP. അപ്പോൾ ഈ ഷോപ്പ് കീപ്പർ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിന് മുകളിൽ ഡിസ്കൗണ്ട് തരികയാണ്. ആദ്യം ഞാനൊരു 10% ഡിസ്കൗണ്ട് തരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ സ്പെഷ്യൽ കസ്റ്റമർ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 20% അഡീഷണൽ ഡിസ്കൗണ്ട് കൂടെ അതിൽ വീണ്ടും തരികയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ആദ്യം 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയായി? 100 രൂപയ്ക്ക് 10% കുറയുമ്പോൾ 90 ആയി. ഇനി വീണ്ടും ഈ 90ലാണ് 20% കൂടെ കൊടുക്കുന്നതായിട്ട് പറയുന്നത്. ഇപ്പോൾ 90ന്റെ 20% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 18 ആണ് വരുന്നത്. അപ്പോൾ 90ൽ നിന്ന് ആ 18ഉം കൂടെ കുറയണം. അപ്പോൾ ഫൈനലി എത്രയാണ് വരുന്ന വാല്യൂ? 72 ആയിരിക്കും അല്ലേ. ഇവിടെ ഫസ്റ്റിൽ 10% ഡിസ്കൗണ്ട് കൊടുത്തു. ആ 10% ഡിസ്കൗണ്ട് കൂടാതെ അപ്പോൾ കിട്ടിയ വാല്യൂവിൽ വീണ്ടും ഒരു 20% കൂടെ ഇയാൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ മൊത്തം 100 രൂപ ഉള്ള സാധനത്തിന് ആദ്യത്തെ ഡിസ്കൗണ്ട് വന്നപ്പോൾ തന്നെ 90 രൂപ ആയി. അവിടുന്ന് വീണ്ടും ഒരു 20% ഡിസ്കൗണ്ട് കൂടെ കിട്ടിയപ്പോൾ 90ന്റെ 20% അത് 18 കിട്ടും അല്ലേ. 90 × 20/100 അത് 18 ആണ്. അപ്പോൾ 90ൽ നിന്ന് 18 കൂടെ കുറയണം. അപ്പോൾ ഫൈനൽ വാല്യൂ എത്ര വരും? 72. നമുക്ക് പലപ്പോഴും കണ്ടുപിടിക്കേണ്ടത് അങ്ങനെയെങ്കിൽ സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട് എത്ര എന്നാണ്. സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് ഇവിടെ MRP പറഞ്ഞിരുന്നത്. അതിന് ഫൈനൽ പ്രൈസ് വന്നിരിക്കുന്നത് 72 ആണ്. അപ്പോൾ ഒറ്റ തവണയായിട്ട് നമ്മൾ ഡിസ്കൗണ്ട് പറഞ്ഞാൽ എത്ര വരും? ഇതുപോലെ 10% ആദ്യം കുറച്ചു, പിന്നെ 20% കുറച്ചു, അങ്ങനെയല്ല. ഒറ്റ തവണ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പോൾ ഇവിടെ ചോയ്സിൽ കിടക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 30%, 25%, 28%, നൺ ഓഫ് ദീസ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുക ആദ്യം ഒരു 10%, പിന്നെ 20%, അപ്പോൾ 30% ആയിരിക്കില്ലേ ആൻസർ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. നിങ്ങൾ ഇവിടെ നോക്കുക, 100 രൂപയെ ഫൈനലി വിൽക്കുന്ന എത്ര രൂപയ്ക്കാണ്? 72 രൂപയ്ക്കാണ് അല്ലേ. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിസ്കൗണ്ട് എത്രയാണ് വന്നിരിക്കുന്നത്? 100 രൂപയുടെ സാധനത്തിന് ആകെ കുറഞ്ഞിരിക്കുന്നത് 28 രൂപയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ആകെ കിട്ടിയിരിക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 28% ആണ്. അല്ലെങ്കിൽ സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 28% ആയിരിക്കും. അപ്പോൾ ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫോർമുല ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫോർമുല എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആദ്യം X% ഡിസ്കൗണ്ടും പിന്നെ Y% ഡിസ്കൗണ്ടും ആണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ ഓവറോൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് X+Y - XY ഹോൾ ഡിവൈഡഡ് ബൈ 100. ഹോൾ ഡിവൈഡഡ് ബൈ അല്ല, XY / 100% ആയിരിക്കും. ഓക്കെ, X+Y - XY ഡിവൈഡഡ് ബൈ 100% ആയിരിക്കും സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആദ്യം 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, പിന്നെ 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 10 ആണ്, വൈയുടെ സ്ഥാനത്ത് 20 ആണ്, മൈനസ് XY എന്ന് പറയുമ്പോൾ എത്ര വരും? 10 × 20 ഡിവൈഡഡ് ബൈ 100. ഈ 2 0 ക്യാൻസൽ ആയി പോകുന്നു. പോയിട്ട് എത്ര വരും? 10 + 20 30 വരും. 30 - 2 = 28% എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട് കാണാനുള്ള നമ്മളുടെ ഫോർമുലയാണ്
എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ ബൈ 100% എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടിൽ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടെങ്കിലോ? ഇപ്പോൾ ഈ സിറ്റുവേഷൻ നോക്കിക്കേ, ആദ്യം 10% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഒരു 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു 50% ഡിസ്കൗണ്ട് കൂടെ അതേ സാധനത്തിൽ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും: എ ഷോപ്പ് കീപ്പർ ഇനിഷ്യലി ഓഫേർഡ് എ ഡിസ്കൗണ്ട് ഓഫ് 10%, then he again offered 20% and again offered another 50%. Then what is the single equivalent discount? അപ്പോൾ നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പഠിച്ച നമ്മളുടെ ഫോർമുല നമുക്കറിയാം. ആദ്യം X% പിന്നെ Y% ആണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതെങ്കിൽ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ 100% ആയിരിക്കും സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 2 ടേം അല്ല, 3 ഡിസ്കൗണ്ട് ഉണ്ട്. എക്സും വൈയും പിന്നെ ഇസഡും കൂടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലെ 2 വാല്യൂസ് എടുക്കുക. ഈ 2 വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചുകൊണ്ട് ഓൾറെഡി നമുക്കറിയാം 28% ആണ് വരുന്നത് അല്ലേ. 10 പ്ലസ് 20 മൈനസ് 10 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100. ഇത് വരുമ്പോൾ നമുക്ക് ഫൈനലി 30 മൈനസ് 2 സമം 28% ഡിസ്കൗണ്ട് എന്ന് കിട്ടി. 28% ഡിസ്കൗണ്ട് എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കിട്ടിയ 28% നമ്മൾ എക്സ് എന്ന് കൺസിഡർ ചെയ്യുക. ഇതിനെ നമ്മൾ എക്സ് എന്ന് കൺസിഡർ ചെയ്തിട്ട് ഇവിടെ ബാക്കി കിടക്കുന്ന ഒരു 50% ഉണ്ടല്ലോ, അതിനെ വൈ എന്ന് കൺസിഡർ ചെയ്ത് വീണ്ടും ഇതേ ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 28 ആണ്. സോ 28 പ്ലസ് വൈയുടെ സ്ഥാനത്ത് 50 ആണ്, പ്ലസ് 50 മൈനസ് 28 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 100. ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ വരുന്ന സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട്. ഇത് എത്ര കിട്ടും? 50 28 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 78 മൈനസ് ഇവിടെ 50 100 കൂടെ ക്യാൻസൽ ആകുമ്പോൾ ഡിനോമിനേറ്ററിൽ 2 വരും. 2ഉം 28ഉം കൂടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഫൈനലി ഇവിടെ കിട്ടുന്നത് 14 അല്ലേ. അപ്പോൾ 78 മൈനസ് 14 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 64. അപ്പോൾ ഇവിടെ ആദ്യം 10% പിന്നെ 20% പിന്നെ 50% ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് പകരമുള്ള സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട് എത്രയെന്ന് കിട്ടി? 64% എന്ന് കിട്ടി. 64%. നമ്മളിത് 100ന്റെ ടൈമിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. തുടക്കത്തിൽ 100 രൂപ ആണെങ്കിൽ ആദ്യം 10% ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. 10% ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ ഇത് എത്രയായി? 90ലെത്തി. ഇനി ഈ 90-നാണ് 20% ഡിസ്കൗണ്ട് വരുന്നത്. 90-ന് 20% ഡിസ്കൗണ്ട് വരുമ്പോൾ 90ന്റെ 20% നമുക്കറിയാം 18 ആണ്. ആ 18 കൂടെ കുറയുമ്പോൾ ഇത് എത്രയിലെത്തി? 72ലെത്തി. ഇനി അടുത്തതായിട്ട് ഈ 72-ലാണ് 50% ഡിസ്കൗണ്ട് വരുന്നത്. അപ്പോൾ 72ന്റെ 50% എന്ന് പറയുമ്പോൾ നമുക്കറിയാം നേരെ പകുതിയാകും അല്ലേ. 50% എന്ന് പറഞ്ഞാൽ പകുതിയല്ലേ. അപ്പോൾ 50% കുറയുക എന്ന് പറഞ്ഞാൽ 72ന്റെ പകുതിയിലേക്ക് എത്തി. അപ്പോൾ ഇപ്പോൾ ഫൈനലി നമ്മൾ എത്തി നിൽക്കുന്ന വാല്യൂ എത്രയാണ്? 36. 72ന്റെ 50% നമ്മൾ കുറച്ചു. 72ന്റെ 50% എന്ന് പറയുന്നത് 36 ആണ്. ഇപ്പോൾ 72-ൽ നിന്ന് 36 കുറച്ച് കഴിഞ്ഞാൽ 36ലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി. തുടക്കത്തിൽ 100 രൂപ ഉണ്ടായിരുന്ന സാധനം ഇവിടെ വിറ്റിരിക്കുന്നത് 36 രൂപയ്ക്കാണ്. 100 രൂപയുടെ സാധനം 36 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ 64 രൂപയല്ലേ കുറഞ്ഞത്. 100 രൂപയ്ക്ക് 64 രൂപ കുറയുക എന്ന് പറഞ്ഞാൽ 64% അവിടുത്തെ ഡിസ്കൗണ്ട് വന്നത് അല്ലേ. 100 രൂപയ്ക്ക് 10 രൂപ കുറയുക എന്ന് പറഞ്ഞാൽ 10% ഡിസ്കൗണ്ട്. അതുപോലെ 100 രൂപയ്ക്ക് 64 രൂപ കുറയുക എന്ന് പറഞ്ഞാൽ 64% ആയിരിക്കും ഡിസ്കൗണ്ട്. ഓക്കെ, ഇത് തന്നെയാണ് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയത്. ഇനി നമുക്ക് ഡിസ്കൗണ്ടിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 1-2 ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, എ ഷോപ്പ് കീപ്പർ ഈസ് ഗിവിംഗ് 3 successive discounts of 20%, 30% and 50% on an article. Find the single equivalent discount. അപ്പോൾ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, പിന്നെ 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നു, പിന്നെ 50% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഇതിൻ്റെ സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ഇതിനെ എക്സ് എന്നും ഇതിനെ വൈ എന്നും എടുത്ത് നമ്മളുടെ ഫോർമുല അപ്ലൈ ചെയ്താൽ എന്ത് വരും? 20 + 30 - 20 × 30 ഡിവൈഡഡ് ബൈ 100 അല്ലേ.
ഇവിടെ 0 എല്ലാം ക്യാൻസൽ ആവും. പോയിട്ട് എത്ര കിട്ടും? 50 മൈനസ് 6 അല്ലെങ്കിൽ 44 എന്ന് കിട്ടും അല്ലേ? 20 + 30 50, 50 മൈനസ് 6 എന്ന് പറയുമ്പോൾ നമുക്ക് 44 എന്ന് കിട്ടി. ഈ 44% ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഈ ആദ്യം കൊടുത്ത 2 ഡിസ്കൗണ്ടിൻ്റെ സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ടാണ്. ഇനി മൂന്നാമത്തെ ടൈമിലോട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം കിട്ടിയ വാല്യൂവിനെ എക്സ് എന്ന് എടുത്തിട്ട് ഇവിടെ ബാക്കിയുള്ള ഇതിനെ ഈ മൂന്നാമത് തന്നിട്ടുള്ള 50%നെ നമ്മൾ എന്തെന്ന് എടുക്കണം? വൈ എന്ന് എടുക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടും? 44 + 50 മൈനസ് 44 × 50 ഡിവൈഡഡ് ബൈ 100 അല്ലേ? അപ്പോൾ 44 + 50 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 94 മൈനസ് ഇവിടെ എത്ര വരും? 44/2. 44/2 എന്ന് പറഞ്ഞാൽ 22 ആണ് അല്ലേ? അപ്പം 94 മൈനസ് 22. 94 മൈനസ് 22 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 72% അല്ലേ? അപ്പം നമുക്ക് ഇവിടെ ഫൈനലി കിട്ടിയിരിക്കുന്ന സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 72% ആയിരിക്കും. 72%. നമുക്കിത് 100 ബേസ് ചെയ്താൽ എങ്ങനെയാണ് ചെയ്യുന്നത്? MRP 100 ആണ്. ആദ്യം 20% ഡിസ്കൗണ്ട് കിട്ടി. അപ്പം 100 രൂപയിൽ നിന്ന് 20 രൂപ കുറയണം, 80-ലെത്തി. ഇനി ഇതിന് 30% ഡിസ്കൗണ്ട്. 80-ന്റെ 30% എന്ന് പറയുമ്പോൾ 80 × 30 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 8 3 24 എന്ന് കിട്ടും അല്ലേ? ഇപ്പോൾ 80-ൽ നിന്ന് 24 രൂപ കൂടെ കുറയണം. 80-ൽ നിന്ന് 24 കുറച്ചാൽ എത്രയാണ് വരുന്നത്? 56. ഇനി ഇതിന് എത്ര ശതമാനമാണ് കൊടുത്തത്? 50% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ 56-ന്റെ 50% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 56-ന്റെ പകുതി കുറയ്ക്കണം. 56-ന്റെ പകുതി എത്രയാ? 28. അപ്പോൾ 56-ൽ നിന്ന് 28 കുറച്ചാൽ 28 തന്നെ കിട്ടും അല്ലേ? ഇപ്പോൾ ഇവിടെ 50% ഡിസ്കൗണ്ട് കൂടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് 28. ഇതാണ് ഫൈനൽ സെല്ലിംഗ് പ്രൈസ്. അപ്പം 100 രൂപയുടെ സാധനം 28 രൂപയ്ക്ക് വിൽക്കുന്നു. 100 രൂപയുടെ സാധനം 28 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ 100-ൽ നിന്ന് എത്രയാണ് കുറഞ്ഞത്? 72 ആണ് കുറഞ്ഞത്. അപ്പം 100-ൽ നിന്ന് 72 കുറയുക എന്ന് പറഞ്ഞാൽ 72% അവിടുത്തെ സിംഗിൾ ഈക്വലന്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വേറെ ഒരു ടൈപ്പ് ഡിസ്കൗണ്ട് നോക്കാം. നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ അല്ലെ തുണിക്കടകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും buy 3 get 1 free അല്ലെ buy 4 get 2 free, ഈ രീതിയിലൊക്കെയുള്ള ഡിസ്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്കൗണ്ട് ശരിക്കും എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ buy 3 get 1 free ഇതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 3 സാധനം വാങ്ങുമ്പോൾ ഒരെണ്ണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പം നമുക്ക് ഒരു കാര്യം അസ്യൂം ചെയ്യാം. ഇതിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെ വില 25 രൂപ ആണെന്ന് വെച്ചു. ഒന്നാമത്തേതിന് 25, രണ്ടാമത്തേതും അതേ സാധനം തന്നെ 25 രൂപ, മൂന്നാമത്തേതും 25 രൂപ. ഇനി ഈ 3 എണ്ണം വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതും അതേ ഐറ്റം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഫ്രീ കിട്ടുന്ന സാധനത്തിൻ്റെ വില 25 തന്നെയാണ്. പക്ഷെ നമ്മൾ എത്ര രൂപയെ കൊടുത്തിട്ടുള്ളൂ? 3 സാധനത്തിന്റെ വിലയെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 25 + 25 + 25 75 രൂപയാണ് നമ്മൾ ശരിക്കും കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇതിന്റെ വില എത്രയാ? ഈ നാലാമത് ഫ്രീ കിട്ടുന്നതിന്റെ 25 കൂടെ കൂട്ടുമ്പോൾ 100 രൂപയുടെ സാധനമാണ് നമ്മൾ 75 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 100 രൂപയുടെ സാധനം 75 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് എത്രയാണ്? 25 രൂപ അല്ലേ ഡിസ്കൗണ്ട്? അപ്പം 100 രൂപയ്ക്ക് നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് 25 രൂപ ആണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും? 25% ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഇവിടെ 25% ആണ് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത്. 100 രൂപയാണ് ആകെ വരുന്ന വില, പക്ഷെ നമ്മൾ അത് 75 രൂപയ്ക്ക് വാങ്ങി. അപ്പം നമുക്ക് 25 രൂപ കുറച്ച് കിട്ടി. സോ 25% ആയിരിക്കും നമ്മളുടെ ഡിസ്കൗണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എത്രയാണോ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അല്ലെ ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്നത് അതിനെ നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുക. ഓക്കെ, ഫ്രീ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. ഫ്രീ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 4 എണ്ണം ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഒരെണ്ണമാണ് ഫ്രീ അല്ലേ? 3 എണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഫ്രീ ഉണ്ട്. ആകെ നമുക്ക് കിട്ടുന്നത് 4 ഐറ്റമാണ്. ആ ഫ്രീ ആയിട്ട് കിട്ടിയതും കൂടെ കൂട്ടിയാണ് ടോട്ടൽ എടുക്കേണ്ടത്. അപ്പം 4 ഐറ്റമാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ 4 ആണ്, ഫ്രീ 1 ആണ്, ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25%
ഡിസ്കൗണ്ട് എന്ന് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ചോദ്യം ചെയ്യാം. ഇഫ് ഓൺ പർച്ചേസ് ഓഫ് എവറി 6 ആർട്ടിക്കിൾസ് യു ഗെറ്റ് 2 ആർട്ടിക്കിൾസ് ഫ്രീ, ദെൻ ഫൈൻഡ് ദി ഡിസ്കൗണ്ട്. ഇപ്പം ഇവിടെ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 6 ആർട്ടിക്കിൾസ് വാങ്ങുമ്പോൾ 2 എണ്ണം ഫ്രീ കിട്ടുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? നമുക്കറിയാം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീ ഐറ്റംസ് ന്യൂമറേറ്ററിൽ എഴുതുക, ടോട്ടൽ ഐറ്റം ഡിനോമിനേറ്ററിൽ എഴുതുക. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 6 എണ്ണം വാങ്ങുമ്പോൾ 2 എണ്ണം ഫ്രീ കിട്ടും. അപ്പോൾ 6 2 കൂടെ കൂട്ടി 8 ആണ് ഇവിടുത്തെ ടോട്ടൽ, ഇൻറ്റു 100, ഇത്രയേ ഉള്ളൂ. 2 8 കൂടെ ക്യാൻസൽ ആയ 4, 100/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 25 അല്ലേ? അപ്പോൾ ഇവിടെ 25% ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് താങ്ക് യു.